الحمد لله وصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൽ ഹജ്ജ് 49-51 ആയത്ത് 3 വചനങ്ങളുടെ വ്യാഖ്യാനം നോക്കൂ നിങ്ങൾ. ഖുൽ യാ അയ്യുഹന്നാസ്, ഖുൽ നബിയെ താങ്കൾ പറയൂ, യാ അയ്യുഹന്നാസ് അല്ലയോ ജനങ്ങളെ, ഇന്നമാ അന ലക്കും നദീറും മുബീൻ, ഇന്നമാ നിശ്ചയമായും അത് കാര്യമല്ല ഞാൻ, ലക്കും നിങ്ങൾക്ക്, നദീറും മുബീൻ വ്യക്തമായ ഒരു തക്കീതുകാരൻ മാത്രമാകുന്നു ഞാൻ നിങ്ങൾക്ക്. നോക്കൂ, അള്ളാഹുവിങ്കിൽ നിന്നുള്ള ആ താക്കീതും കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നത്. നോക്കൂ, നിങ്ങൾ അള്ളാഹുൽ വിശ്വസിക്കുകയും ഈ ഖുർആൻ കൊണ്ടും ഈ റസൂലിനെ കൊണ്ട് വിശ്വസിക്കുകയും ചെയ്ത് നിങ്ങൾ പരലോകമോക്ഷം നേടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അതികഠിനമായ നരകശിക്ഷ നിങ്ങൾക്ക് മുന്നിലുണ്ട്, ഒരു ഭയാനകമായ ശിക്ഷ നിങ്ങൾക്ക് വരാനുണ്ട് എന്ന് കൃത്യമായി നിങ്ങൾ താക്കീത് നൽകുന്ന താക്കീതുകാരൻ മാത്രമാകുന്നു ഞാൻ. അത് നിങ്ങൾ ഉൾക്കൊള്ളണമെന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമത്തെ വചനത്തിൽ കൂടി ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കുന്നത്. വല്ലദീന ആമനു, അതേസമയം യാതൊരു കൂട്ടർ വിശ്വാസികളായ ഒരു കൂട്ടർ, വഅമിലുസ് സാലിഹാത്ത് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവർ, അല്ലാഹുവിനെ കൊണ്ടും അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ടും അല്ലാഹുവിന്റെ കിതാബുകളെ കൊണ്ടും വിശ്വസിക്കുന്ന ആ വിശ്വാസികൾ, അതിനുസൃതമായ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന വിശ്വാസികൾ, ലഹും അവർക്കുണ്ട് മഗ്ഫിറത്തുൻ, അവർക്ക് പാപമോചനമുണ്ട്, മുൻ ജീവിതത്തിൽ അവർ ചെയ്തു പോയ സകലമായ പാപങ്ങളും അവർക്ക് പുറത്തു കിട്ടും, വരിസുഖുൻ കരീം, മാന്യമായ ഉപജീവനവും അവർക്ക് ലഭിക്കുന്നതാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ടാമത്തെ ആയത്തിൽ കൂടി നമുക്ക് വിശദീകരിച്ചിരുന്നത്. എന്നാൽ അതേസമയം ഒരു കൂട്ടർ അവർ പരിശ്രമിക്കുകയാണ്, ഈ ആയാത്തിന അള്ളാഹുവിന്റെ ലക്ഷ്യങ്ങളിൽ അവർ പരിശ്രമിക്കുന്നു, മുആജിദീന അതിനെ തോൽപ്പിച്ചു കളയാമെന്ന്, അള്ളാഹുവിന്റെ ലക്ഷ്യങ്ങളെ, ദൃഷ്ടാന്തങ്ങളെ, ആയത്തുകളെ, ചിഹ്നങ്ങളെ അതിനെ തോൽപ്പിച്ചു കളയാമെന്ന് അവർ ആഗ്രഹിക്കുകയാണ്. ഉലൈക അസ്ഹാബുൽ ജഹീം, അവർ തന്നെയാകുന്നു ജഹീം എന്ന ആ കത്തിക്കാണുന്ന ആ നരകത്തിന്റെ ആൾക്കാർ അവർ തന്നെയാകുന്നു എന്നാണ് അള്ളാഹു പറയുന്നത്. നോക്കൂ, അള്ളാഹുവിന്റെ വചനങ്ങളെ പരിഹസിക്കുകയും അതിനെ ജയിച്ചടക്കിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ അവിശ്വാസവും കുഫറിലും ഉറച്ചു നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ തിരുവചനങ്ങൾക്ക് നേരെ ജയിച്ച് കയറാമെന്ന് ആ വിശ്വസിക്കുന്ന മൂഢധാരണ വെച്ചു പുലർത്തുന്ന അവിശ്വാസികളെ കുറിച്ചാണ് അള്ളാഹ് പറയുന്നത്. അവർ പരാജിതരാണ്, നരകക്കാരാണ്. ഇത്രയുമാണ് ഇതുമായി ബന്ധപ്പെട്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.